ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ഫേസ് വാഷും ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്കറിയാം, റിവ്യൂ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് റിവ്യൂ ചെയ്യാവുള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സാധനത്തിന്റെ റിവ്യൂ ചെയ്താൽ അത് ഞാൻ യൂസ് ചെയ്ത് അത്രയും നാൾ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ അതും റിവ്യൂ ആയിട്ട് തന്നെ ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് എന്നെ കൊണ്ടത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്കിന്നിനും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ദെൻ ഇത് വന്നിട്ട് മെഡിമിക്സിന്റെ ആയുർവേദിക് ഓയിൽ ക്ലിയർ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്കൊന്നൊരു മോർ ദാൻ ഒരു 3 or 4 month ആയിട്ടുണ്ട്. 3 month ആണെന്ന് തോന്നുന്നു. 3 or 4, എനിക്ക് ക്ലിയർ അല്ല. 3 month ആയിട്ട് എന്തായാലും ഇതെന്റെ കയ്യിലുണ്ട്. ഇതൊരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇതിന്റെ മൂട്ടിലെങ്ങാണ്ട് ശകലമുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 130 rupees ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. രണ്ടും കൂടെ എനിക്ക് ആ ഒരു റേഞ്ച് ഒറ്റ ഇതിന്റെ പ്രൈസിൽ എങ്ങാണ്ട് കിട്ടി. സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് വാഷ് ആണ് ഫോർ ഓയിലി സ്കിൻ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ക്ലിയർ ഫേസ് വാഷ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഹണി ആൻഡ് ബേസൻ ആണ് ഫോർ ഓയിൽ ഫ്രീ ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ട്. ഈ ഹണിയുടെയും ബേസന്റെയും ഒരു കോമ്പിനേഷൻ, അതായത് കടലമാവുണ്ടല്ലോ, കടലമാവിന്റെയും ഹണിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ആയുർവേദിക് ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ ക്ലെയിം ചെയ്യുന്നതും ഓയിൽ ഫ്രീ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ഓയിൽ ഇല്ലാത്ത ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫേസ് നമുക്ക് എൻറ്റയർ ഡേ കിട്ടും എന്നുള്ളതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ക കറക്റ്റ് ആണ്. ഞാൻ പറയട്ടെ, നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റൺ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചില ചേഞ്ചസ് വന്നേക്കാം. നല്ല രീതിക്ക് ഡീപ്പ് ക്ലിയർ ചെയ്യുന്നതോടെ നമ്മുടെ ഡേർട്ടൊക്കെ ഡീപ്പ് ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വരാം. പക്ഷെ ഇത് അങ്ങനത്തെ യൂസ് ഒന്നും നമുക്ക് തരത്തില്ല. നല്ലപോലെ നമ്മുടെ ഫേസിന്റെ ഡേർട്ട് എല്ലാം കളയും. പക്ഷെ നമുക്ക് ഉള്ള ഒരു സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേയുള്ളൂ. അല്ലാണ്ട് ഇത് തേച്ച് വെളുക്കും എന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്തില്ല. വെളുക്കത്തൊന്നുമില്ല. ഉള്ള കളർ ഏതാണോ, നമ്മൾ വേറെ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്ത് കുറച്ച് നന്നായിട്ടാണ് നമ്മുടെ സ്കിൻ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായോ? അല്ലാണ്ട് ഇത് തേച്ച് വെളുക്കും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഇത് തേച്ച് വെളുക്കൊന്നുമില്ല. ഇത് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യും, നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും. ഡ്രൈ സ്കിൻ ഒന്നും ആക്കത്തില്ല നമ്മുടെ സ്കിന്നിനെ. അല്ലെങ്കിൽ ഫീൽ ചെയ്യും, നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സട്ടിലായിട്ട് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഫേസ് നമുക്ക് അതായത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എന്താ പറയുന്നത്, ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു നമുക്കിങ്ങനെ ചില സമയത്തൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഫേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെ എനിക്ക് ഞാൻ തൊലിയൊക്കെ പൊളിയും ഡ്രൈ ആയിട്ടേ. അപ്പൊ ആ സമയത്തൊക്കെ കൂടിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓയിൽ ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമ്മുടെ ഒരു മനസ്സിൽ കുറച്ച് ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്നിനെ എന്നാണ്. പക്ഷെ അങ്ങനൊന്നുമില്ല. ആ ഒരു ഡ്രൈനെസ് നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്ത് മാറ്റാം. പക്ഷെ അതിന് കൂടുതൽ ഡ്രൈ ആക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇത് ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആക്കില്ല നമ്മുടെ ഫേസിനെ. പക്ഷെ ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അറിയാലോ, മെഡിമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുമ്പോൾ മെഡിമിക്സ് നമുക്ക് സോപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഡിമിക്സിന്റെ സോപ്പ്, അതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളിത് ഡ്രൈ ആക്കുന്നതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും വെള്ള വര വരും നമ്മുടെ കയ്യിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡിന്റെ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഓയിൽ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആക്കി കളയുമോ, തൊലിയെല്ലാം പൊളിഞ്ഞു വരുമോ, മുഖത്ത് വര വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അടിപൊളി ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് വാഷ് ആണ്. ശരിക്കും ഇവരതിനകത്ത് പറയുന്നത് ബേസൻ നമ്മുടെ പണ്ട് നമ്മൾ ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. DIYസിലൊക്കെ നമ്മൾ ഹോം റെമഡി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൊടിക്കൈയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വെള്ളത്തിലാണെങ്കിലും അത് മിക്സ് ചെയ്തിടുകയല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ഈ കടലമാവും അതുപോലെ നമ്മുടെ ഹണിയും കൂടെ മിക്സ് ചെയ്ത് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്നാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് 2 ദിവസം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഡെയിലി 2 times നമ്മളിത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്ന് ഇവർ പറയുന്നുണ്ട്. സെയിം തന്നെ നമ്മൾ എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതേ കണക്കിന് തന്നെ. മുഖം കഴുകാൻ ഞാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഫേസ് വാഷ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്, അഫോർഡബിൾ റേഞ്ച് ആണ്. ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് വാഷ് ഇത് എത്ര ml ആണ്? 100 ml സാധനമാണ്. ഈ 100 ml കൂടെ ശരിക്കും എനിക്ക് 130 രൂപ അങ്ങാണ്ടായിട്ടുള്ളൂ. അതായത് ഒരെണ്ണത്തിന്റെ പ്രൈസ് ആണ് 2 എണ്ണത്തിനും കൂടി എനിക്ക് ആയുള്ളൂ.
അപ്പൊ ഇത് എപ്പോഴും കോംബോ ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കാണുന്നത്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. കടകളിലും എനിക്ക് തോന്നുന്നു മെഡിമിക്സിന്റെ ഒക്കെ കിട്ടും. കാരണം ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് അത്ര പോപ്പുലർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മെഡിമിക്സിന്റെ ഫേസ് വാഷ് ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തു, ഹണിന്നൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടി തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന്റെ റിവ്യൂ ഒന്നും അങ്ങനെ കണ്ടില്ല. ചെറിയ ഷോർട്ടായിട്ട് ഒന്നോട് വീഡിയോ കണ്ടതല്ലാണ്ട് ഇതിന്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ കണ്ടേയില്ല. സോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുകയും അവർക്കൊക്കെ നമ്മുടെ ഈ ഹിമാലയയുടെ നീം ഫേസ് വാഷ് ഒക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും തോന്നുന്നു. അങ്ങനത്തെ ഒരു സാധനം ഇതിനും കിട്ടുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു ഫേസ് വാഷ് ആയിട്ട് എനിക്കിത് തോന്നി. കുറച്ച് എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഓയിലി അല്ലെങ്കിലും ഒരു ഓയിലി സ്കിൻ ആണ്. കൂടുതൽ ആൾക്കാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. നോർമൽ സ്കിന്നുകാർ വളരെ കുറവാണ്, ഡ്രൈ സ്കിന്നുകാരും കുറച്ച് നമ്പർ ഓഫ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓയിലി സ്കിൻ, അത് ഭയങ്കര ഓയിലി അല്ല, കോമ്പിനേഷൻ സ്കിൻ, നമ്മുടെ ടീ സോൺ ഏരിയ ഒക്കെ ആയിട്ട് ഓയിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. മനസ്സിലായി? കോമ്പിനേഷൻ സ്കിന്നും ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യണ്ട. സോ അടിപൊളിയാണ്. എനിക്കിതിനെ കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടിപൊളി ഒരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കംപ്ലീറ്റ് തീർന്നു. ഇതിന് ശകലം കൂടെ ഇതിന്റെ മൂട്ടിൽ ഇവിടെ വരെ സാധനം എത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ ഇത് അല്ലെ നമുക്കിത് ഉപയോഗിച്ചിട്ട് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഇത് കളയും. സോ ഇത്ര യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് 100% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫേസ് വാഷിന്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും റിവ്യൂ ചെയ്യണം, ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാവുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് സെക്ഷനിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഭാഗമാകുക, മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.